ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് ഫ്ലവർ ഷോ കാണാനാണ്. അത് ബോളിവാർഡ് ഫ്ലവേഴ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബോളിവാർഡ് ഫ്ലവേഴ്സിലേക്ക് പോകുമ്പോൾ ഓൺ ദ വേയിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബോളിവാർഡ് ഫ്ലവേഴ്സിലാണ്. നേരത്തെ നമ്മൾ വന്നത് ബോളിവാർഡ് വേൾഡിലാണ്. അത് ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം. ഇത് എൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. നമ്മളങ്ങനെ ബോളിവാർഡ് ഫ്ലവേഴ്സിൻ്റെ എൻട്രി ഗേറ്റിലെത്തി. ടിക്കറ്റ് 29 റിയാലിൻ്റെ ആയിരുന്നു. അത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു. അതവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു അതിമനോഹരമായ ഗാർഡനാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അതിമനോഹരമെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. അതുപോലെ മനോഹരമാക്കി നിർമ്മിച്ചേക്കുന്ന ഒരു ഗാർഡനാണിത്. റിയാദിലെ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് ഒരു 40-42 ഡിഗ്രി ചൂടുണ്ടായിരുന്നു നമ്മളിവിടെ പോകുമ്പം. എന്നിട്ട് പോലും വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഫ്ലവർ ഗാർഡനാണിത്. ഞങ്ങൾ ഗാർഡനിൽ എത്തിയപ്പോൾ തന്നെ ഒരു 6 മണിയായിരുന്നു. ഒരു 6 മണി ടൈമിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ശരിക്കും ഗാർഡൻ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്ന 4 PM to 12 AM വരെയാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. എനിക്ക് കാണാൻ കഴിഞ്ഞ രീതിയിൽ എനിക്ക് വീഡിയോയിലെടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് സംശയമാണ്. ഇവിടെ 50-ലധികം പൂക്കളുടെ വെറൈറ്റികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 200 മില്യണിലധികം പൂക്കളും ഉണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. നല്ല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സാണ് ഇവിടെ, പല കളറിൽ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ സൗണ്ടൊക്കെ പോലെ തന്നെ ഇവിടെ ഒരു സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്നതിലും വളരെ മനോഹരമാണ് നമ്മൾ നേരിൽ കാണുമ്പം. ഹാങ്ങിങ് ഒക്കെ അല്ലേ, ഹാങ്ങിങ്ങും ഇതൊക്കെ നല്ല സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. പല വെറൈറ്റി ഒരു എയറോപ്ലെയിൻ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ആ ഫ്ലവേഴ്സിൻ്റെ ഹാങ്ങിങ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇതൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ മോഡല് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല സൂപ്പറാണ്. ശരിക്കും ഞാനൊരു 2014 ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു സൗദിയുടെ ആ ഒരിതും ഇപ്പോഴത്തെ അത് ഭയങ്കര ഒരു മാറ്റമായിരുന്നു എന്ന് പറയാം. അതൊരു സഡൻ ചേഞ്ച് ആയിരുന്നു. ഇവരൊന്നിനും അധികം ടൈം എടുക്കാറില്ല. അവർ പറയുന്നു അപ്പം തന്നെ അത് പ്രാവർത്തികം. പൂക്കൾ മാത്രമല്ല ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന, പൂക്കൾ കൊണ്ടുള്ള കാറുകൾ, വിമാനങ്ങൾ, അതുപോലെ പലതരം ശില്പങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട്.
അതുപോലെ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സോണുകളും പാർക്കുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെളിയിൽ നിന്നുള്ള ഫുഡുകളൊന്നും അലൗ ചെയ്യുന്നതല്ല. ഇതിനകത്ത് തന്നെ 20-ലേറെ കഫേകളും റെസ്റ്റോറൻറ്റുകളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മേസ്ട്രോയിൽ കയറി ഒരു പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.